കെ.എസ്. കൃഷ്ണപിള്ളയുടെ 75ാമത് രക്തസാക്ഷി ദിനാചരണവും CPIM കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 1950 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു തൊടുപുഴ. തൊടുപുഴയിൽ ആരംഭിച്ച ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്നു സഖാവ് K.S. കൃഷ്ണപിള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരോധനമുണ്ടായിരുന്ന കാലം പോലീസ് പിടിയിലായ കൃഷ്ണപിള്ളയെ കൂടെയുള്ള പ്രവർത്തകരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാണ് കൊടിയ മർദ്ദനത്തിന് വിധേയമാക്കിയത്. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് 1950 നവംബർ 27 കൃഷ്ണപിള്ള രക്തസാക്ഷിയായി. K.S. കൃഷ്ണപിള്ളയുടേത് മരിക്കാത്ത ഓർമ്മകളാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. KSനെ പോലെയുള്ള സഖാക്കളെ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി കുറുവടി പട, അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, കുറുവടി ഏന്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ, ഗുണ്ടകൾ പോലീസിൻ്റെ അന്ന് ഭരണാധികാരിയായി മാറിക്കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ പിന്തുണയോടുകൂടി നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മൃഗീയമായിട്ട് വേട്ടയാടുന്ന കാലം. ആ വേട്ടയാടുന്ന കാലത്തിൻ്റെ തുടർച്ചയായിട്ടാണ് KSനെ പിടിച്ച് മൃഗീയമായിട്ട് മർദ്ദിച്ച് ആശുപത്രിയിലാക്കുകയും 5-6 മാസക്കാലം ആശുപത്രിയിൽ കിടന്ന് നരകിച്ച് അവസാനം മരിക്കുകയും ശവം പോലും കുടുംബത്തിനോ പാർട്ടിക്കോ നൽകാതിരിക്കുകയും ചെയ്യുന്ന ക്രൂരത കയ്യൂർ സഖാക്കളെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്തത്. പാലക്കാട് കോൺഗ്രസ് അല്ല, വർഗീയവാദികളും കോൺഗ്രസും ചേർന്ന മഴവിൽ സഖ്യമാണ് വിജയിച്ചത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു എന്ന് വാർത്ത വരുന്നതിന് മുമ്പ്, വാർത്ത വന്നപ്പോഴാണ് ഞാൻ പത്രക്കാരെ കണ്ടത്. വാർത്ത വരുന്നതിന് മുമ്പ് അവിടെ നിരവധി മേഖലയിൽ പ്രകടനം നടത്തി. ആരാ? UDFകാരല്ല പ്രകടനം നടത്തിയത്, SDPI. ആ SDPI പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 10,000 വോട്ട് UDFന് നൽകിയിട്ടുണ്ട്. 10,000 വോട്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിലാണ് കരിമണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. KK ജയചന്ദ്രൻ, MM മണി, CV വർഗീസ്, KP മേരി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി.